ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പവർ ക്വറി ആണ് നോക്കാനുള്ളത്. പവർ ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റ നമുക്കിപ്പോ കിട്ടുന്ന ഡാറ്റ ക്ലീൻ അല്ലെങ്കിൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പവർ ക്വറി എന്ന് പറയുന്നത്. അത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ എക്സലിനകത്തും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ പവർ ബി ഐക്കകത്തും സപ്പോർട്ട് ചെയ്യും. പവർ ബി ഐയിൽ പവർ ക്വറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സെഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്, പവർ ക്വറി. അപ്പൊ അത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കട്ടെ. അതിന് നമ്മൾ ആദ്യം ഡാറ്റ ടാബിൽ പോവാം. എന്നിട്ട് നമുക്ക് വേണ്ട ഡാറ്റേനെ ഇതിലോട്ട് ലോഡ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് എന്റെ കയ്യിൽ ഒരു CSV ഫയലോ അല്ലെങ്കിൽ ഒരു എക്സൽ ഫയലോ എന്തോ ആവട്ടെ, ഡയറക്റ്റ് അതിനെ ഓപ്പൺ ചെയ്യുന്നതിന് പകരം, ഡയറക്റ്റ് പോയിട്ട് ആ ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ആദ്യം ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ഡാറ്റേനെ നമുക്ക് ഇതിലോട്ട് ലോഡ് ചെയ്യണം. ഓക്കെ, അത് എക്സൽ ഫയൽ ആയാലും CSV ഫയൽ ആയാലും എന്ത് ഫയലാണെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലോട്ട് ലോഡ് ചെയ്യണം. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഒരു എക്സൽ ഫയലാണ്. ആ എക്സൽ ഫയൽ ക്ലീൻ അല്ല. ക്ലീൻ അല്ല മീൻസ് അതിനകത്ത് നൾ വാല്യൂസ് ഉണ്ടാകാം, മിസ്സിംഗ് വാല്യൂസ്. നൾ വാല്യൂസ് എന്ന് ഉദ്ദേശിച്ചത് മിസ്സിംഗ് വാല്യൂസ്. ചിലപ്പോൾ ചില റോസിലൊന്നും ഡാറ്റാസ് ഉണ്ടായിരിക്കില്ല. അതേപോലെ മെർജ് ചെയ്യേണ്ട കോളംസ് ഉണ്ടായിരിക്കാം. മെർജ് ചെയ്യാൻ മീൻസ് ഇപ്പൊ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അത് രണ്ടും സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് അതിനെ മെർജ് ചെയ്ത് ഫുൾ നെയിം ആക്കണം, അല്ലെ? ഇനി ചിലപ്പോ ടൈറ്റില്, ഡാറ്റയുടെ ടൈറ്റില് ചിലപ്പോ ടൈറ്റിലായിട്ട് കിടക്കാണ്ട്, ഓരോ കോളത്തിന് ഓരോ ടൈറ്റിൽ ഉണ്ടാകും, അല്ലെ? ആ ടൈറ്റിലായിട്ട് കിടക്കാണ്ട് പകരം ഡാറ്റ ആയിട്ട് കിടപ്പുണ്ടാകും. എന്നിട്ട് കോളത്തിന്റെ ഹെഡിങ് കോളം 1, കോളം 2, കോളം 3 എന്നൊക്കെ പറഞ്ഞായിരിക്കും കിടപ്പുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന ഡാറ്റാസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ബേസിക്കലി ഈ ക്ലീൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പവർ ക്വറി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഡാറ്റ എടുക്കുക. ഗെറ്റ് ഡാറ്റേന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഒരു എക്സൽ ഫയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്രം ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രം ഫയലിൽ നിന്ന് ഫ്രം എക്സൽ വർക്ക് ബുക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഫ്രം എക്സൽ വർക്ക് ബുക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ഏതാണോ ആ ഡാറ്റ ലോഡ് ചെയ്യാം. ഇതിലിപ്പോ ഒരു HR ഡാറ്റാബേസ് ഉണ്ടായിരുന്നോ നോക്കട്ടെ. ഈ HR ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ട് കൊടുക്കാം. എക്സൽ ഫയൽ ആയതുകൊണ്ടാണ് കേട്ടോ ഗെറ്റ് ഡാറ്റ എന്ന് നമ്മൾ എക്സൽ ബട്ടൺ ക്ലിക്ക് ചെയ്തത്. CSV ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നില്ലെങ്കിൽ ഫ്രം ടെക്സ്റ്റ് ഓർ CSV എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഗെറ്റ് ഡാറ്റയിൽ തന്നെ ടെക്സ്റ്റ് ഓർ CSVയുടെ ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കാം. അവിടെ വരെ ക്ലിയർ അല്ലേ? Yeah. ഓക്കെ, അപ്പോ നമ്മൾ അതിനെ വൺസ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ, ലോഡ് ചെയ്യാൻ മീൻസ് ആ ഒരു കണക്ഷൻ കൊടുത്ത് കഴിയുമ്പോൾ, ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. ഇതേപോലെ ഒരു വിൻഡോ വന്നിട്ട് നമ്മൾ ഈ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് എന്നുള്ള ഈ ഒരു ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാം, എന്നാലേ നമുക്കിത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് HR ഡാറ്റാബേസ് എന്ന് പറയുന്നത് അതൊരു എക്സൽ ഫയലാണ്. അതിനകത്ത് രണ്ട് ഫയൽസ് ആണ് ഉള്ളത്. രണ്ട് ഫയൽസ് അല്ല, രണ്ട് ഷീറ്റ് ആണുള്ളത്. ആദ്യത്തെ ഷീറ്റ് എന്ന് പറയുന്നത് EMP, ഇതാ ഇതുപോലെ ഷീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യത്തെ ഷീറ്റിൽ EMP എന്ന് പറയുന്ന ഒരു ഷീറ്റ് ആണ്, ആ ഷീറ്റിന്റെ പേര്. രണ്ടാമത് വേറൊരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ്, DEPT മീൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒന്ന് എംപ്ലോയി ഷീറ്റ് ആണ്, ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഷീറ്റ് ആണ്. നമുക്കിത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം EMP ടിക്ക് ചെയ്യുന്ന ടൈമിൽ EMPയുടെ ഒരു പ്രിവ്യൂ ഇവിടെ കാണിക്കും. ഈ പ്രിവ്യൂ നോക്കുവാണെങ്കിൽ ഇതാ കണ്ടോ, ഇടയിൽ കുറെ നൾ വാല്യൂസ് വരുന്നുണ്ട്. അതുപോലെ സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അതിനെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം, അല്ലെ? ഇവിടെ ഫുള്ളി സ്മോൾ ലെറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കുറച്ച് ചേഞ്ചസ് അവിടെ ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നെയിം
ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് എണ്ണം സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുവാണ്, രണ്ട് ഭാഗമായിട്ട് കിടക്കുവാണ്. നമുക്കത് കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ആക്കേണ്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഈ DEPT ടിക്ക് ചെയ്ത് നോക്കാം. DEPT ടിക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് നെയിംസും ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്, അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നമുള്ള ഒരു EMP ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ള ഡാറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് കൊടുക്കാൻ പാടില്ല. ലോഡ് കൊടുത്താൽ ഡയറക്റ്റ് ആ ഡാറ്റനെ ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എക്സൽ ഫയൽ ഇല്ലേ, ആ എക്സൽ ഫയലിലോട്ട് ലോഡ് ആക്കും. ഓക്കെ, അപ്പൊ ഇത് ലോഡ് ചെയ്യരുത്. ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പവർ BI ചെയ്യുന്നത്. സോ ഇത് ഇവിടെ പഠിച്ചാൽ അവിടെ നമുക്ക് വലിയ പണിയില്ല. ഓക്കെ, ട്രാൻസ്ഫോം ഡാറ്റ കൊടുക്കുക. ട്രാൻസ്ഫോം ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ പുതിയൊരു ഫയലിലോട്ട് വരും. ആ ഫയലിന്റെ പേരാണ് പവർ ക്വറി എഡിറ്റർ. ഞാനിപ്പോ പറഞ്ഞു, ഞാൻ പറയുന്നത് പവർ ക്വറിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള ഇതിന്റെ പേര് നോക്കിയേ, പവർ ക്വറി എഡിറ്റർ എന്നാണ്. സോ ബേസിക്കലി പവർ ക്വറിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ഫസ്റ്റ് നെയിമിനെയും ലാസ്റ്റ് നെയിമിനെയും എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ആക്കി കൊടുക്കുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ആക്കാം. ഈ ഫസ്റ്റ് നെയിമിനെ ഞാനൊന്ന് സെലക്ട് ചെയ്തു. ദെൻ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യാം. ഒന്നുകൂടെയും പറഞ്ഞ, ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമുക്ക് ഒരു മെർജ് ആണ് ചെയ്യേണ്ടത് അല്ലെ, കമ്പൈൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോമിനകത്ത് മെർജ് കോളംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. ഓക്കെ, മെർജ് കോളംസ് എടുക്കുമ്പോൾ സെപ്പറേറ്റർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് സ്പേസ് ചൂസ് ചെയ്യാം. സെപ്പറേറ്റർ മീൻസ് നമ്മൾ ആ ഒരു രണ്ട് ഡാറ്റേനെയും കമ്പൈൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റത്തെ നെയിം നോക്കാം, അർജുനും ലാസ്റ്റ് നെയിം ശർമ്മയാണ്. അപ്പൊ ഈ അർജുൻ ശർമ്മയുടെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. അർജുൻ ശർമ്മയുടെ ഇടയ്ക്ക് കോമയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? കോമ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് സ്പേസ് ആണ്. സോ സ്പേസ് ചൂസ് ചെയ്യുന്നു. പിന്നെ കോളത്തിന്റെ പേര്, ആ പുതിയൊരു കോളം വരുമ്പോൾ അതിന്റെ പേര് എന്ന് പറയുന്നത് അവര് ഡീഫോൾട്ട് തരം മെർജ്ഡ് എന്നായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടേ, നമുക്ക് ഫുൾ നെയിം എന്നാണ് വേണ്ടേ. അപ്പൊ ഫുൾ നെയിം എന്നാക്കി കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നോക്കി, അത് രണ്ടെണ്ണം ആയിട്ടുണ്ടായിരുന്നത് മാറി ഇപ്പൊ ഫുൾ നെയിം ആയി. ഇടയ്ക്ക് ഒരു സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ വരെ ചെയ്തത് ക്ലിയർ ആണോ? Yeah. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡാറ്റ ഇപ്പൊ ഷെയർ ചെയ്തുതരാം. ഇവിടം വരെ നിങ്ങൾ ആദ്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്റ്റെപ്പും ഒരുമിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. Okay. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ Yeah, got ഡാറ്റാബേസ്. it. Yeah, got it.
ഓക്കെ. റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കുന്നു. മറീന പോലെ ഏതെങ്കിലും മൂവി ഉണ്ടോ നോക്കിയേ. ബിർയാണി പടം ഇങ്ങനെ പുളിപ്പൊടി കലക്കി ഹലോ ടീച്ചർ. ഹലോ പറഞ്ഞോ.
ഓക്കെ, ട്രാൻസ്ഫോമിലാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്. ട്രാൻസ്ഫോമിനകത്ത് മെർജ് കോളംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. നിങ്ങളുടെ സ്ക്രീനിലൊന്ന് കാണിച്ചേ. എന്തായിരുന്നു? മെർജ് കോളം നിങ്ങളുടെ സ്ക്രീനിലൊന്ന് കാണിച്ചേ. എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അവിടെ എവിടെയാണ്? ഒരു മിനിറ്റ് കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല. എന്താ? ഇപ്പം കാണാം. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം എടുത്തിട്ട് ട്രാൻസ്ഫോമിനകത്ത് ഈ ഒരു ഓപ്ഷൻ മെർജ് കോളംസ്. അത് എൻ്റെ ഇന്നാക്റ്റീവ് ആണ് ആ കോളം. ഇനാക്റ്റീവോ? അതെ. അതായത് ഇപ്പൊ ഡാറ്റ ഇങ്ങനെയല്ലേ കിടക്കുന്നേ, ഈ ഡാറ്റനെ രണ്ടിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് നെയിം ആദ്യം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യാം, അപ്പൊ അത് ആക്റ്റീവ് ആകും. Got it. ഓക്കെ. Space. ശീലം പഠിപ്പിച്ചു തന്നിട്ടായിരുന്നു, നീ അറിയാൻ. കഴിഞ്ഞു മാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അതിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ ഇതിന്റെ സൈഡിലുള്ള ഓരോന്നും ഇതിന്റെ ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് നമ്പർ ആണ്, നമ്പറിന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഫുൾ നെയിം എന്ന് പറയുമ്പോൾ അതൊരു ടെക്സ്റ്റ് ആണ്, അപ്പൊ അത് ABC ആയിട്ടാ വരിക ടെക്സ്റ്റ് വരുമ്പോ. ഓക്കെ, ടെക്സ്റ്റ് ആണെങ്കിൽ ABC. അങ്ങനെ ഇതിന്റെ സൈഡിൽ കിടക്കുന്ന ഓരോന്നും എന്താണ്, ഇതിന്റെ ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ സാലറി അതേപോലെ എമൗണ്ട് അങ്ങനത്തെ ഡാറ്റ ടൈപ്പ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അത് 1.2 ആയിട്ടാണ് കിടക്കുന്നത്. 1.2 എന്ന് പറയുമ്പോൾ പോയിന്റ് വരുന്ന ഡാറ്റാസ് നമുക്ക് വേണമെങ്കിൽ അതിനെ കറൻസിയിലോട്ട് മാറ്റി കൊടുക്കാം. കാരണം സാലറി ഒക്കെ അല്ലേ, സാലറി അതേപോലെ എമൗണ്ട് എന്നൊക്കെ പറയുന്ന ഡാറ്റ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ കറൻസിയിലോട്ടൊക്കെ മാറ്റി കൊടുത്താൽ അതൊരു പ്രോപ്പർ വേയിൽ വന്ന് കിടക്കും. ഓക്കെ, ഡെസിമൽ കിടക്കുന്നതിനേക്കാളും ഒരു പ്രോപ്പർ വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ട് അത് അവിടെ കിടന്നോളും. ഓക്കെ, ദെൻ ബോണസിനകത്ത് ഇനി നമുക്ക് എന്തുണ്ട്, നൾ വാല്യൂസ് ഉണ്ട്. ഈ നൾ വാല്യൂസിനെ നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് രീതിക്ക് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടെ ട്രാൻസ്ഫോമിനകത്ത് റീപ്ലേസ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ റീപ്ലേസ് വാല്യൂസ് ക്ലിക്ക് ചെയ്യുക. ദെൻ നള്ള് സെർച്ച് ചെയ്യുക. നള്ളിന്റെ അവിടെ ഒരു നമ്പർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നള്ളുള്ളിടത്തൊക്കെ 123 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ വെച്ച് റീപ്ലേസ് ആകും. ഇനി അങ്ങനെ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ഇതിനകത്ത് ഫില്ലിൽ അപ്പ് കൊടുക്കുവാണെന്ന് വിചാരിച്ചോ. ഫില്ലിൽ അപ്പ് കൊടുക്കുന്ന ടൈമിൽ മുകളിൽ ആദ്യം നള്ളായിരുന്നു ഉണ്ടായിരുന്നത്, ആ നള്ളിന് അതിന്റെ താഴെയുള്ള നമ്പർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെ പറയാം, അപ്പ് എന്നാണ് പേരെങ്കിൽ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പ് കൊടുക്കുവാണെങ്കിൽ നൾ വാല്യൂന്റെ താഴെയുള്ള വാല്യൂ വെച്ചിട്ട് നൾ വാല്യൂവിനെ ഫിൽ ചെയ്യും. ഓക്കെ, ഫില്ലിനകത്ത് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നൾ വാല്യൂന്റെ താഴെയായിരുന്നു 200 ഉണ്ടായിരുന്നത്, ആ 200 വെച്ച് അതിനെ റീപ്ലേസ് ചെയ്തു. ഇനി ഡൗൺ കൊടുക്കുവാണെങ്കിലോ, ഇപ്പൊ ഞാൻ ഇതിനകത്ത് തന്നെ വന്നിട്ട് ഫില്ലില് ഡൗൺ കൊടുത്തെന്ന് വിചാരിച്ചോ. ഡൗൺ കൊടുക്കുമ്പോൾ മുകളിലുള്ള വാല്യൂ വെച്ചിട്ട് നൾ വാല്യൂ ഫിൽ ആകും. ഇവിടെ ആദ്യത്തെ നൾ വാല്യൂന്റെ മുകളിൽ ഒരു ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ നൾ അതുപോലെ തന്നെ കിടക്കും. ഓക്കെ മാം, ക്യാൻ യു റിപ്പീറ്റ്? ഞാൻ ഒന്ന് ഔട്ടായി പോയി. ഓക്കെ, അതായത് നമുക്ക് നൾ വാല്യൂസിന് രണ്ട് രീതിക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഈ ഫില്ല് എന്ന് പറയുന്ന ഓപ്ഷന്റെ അകത്ത് അപ്പ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് വാല്യൂസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു രീതിക്കും ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം റീപ്ലേസ് വാല്യൂ കാണിക്കാം. റീപ്ലേസ് വാല്യൂ ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് വാല്യൂസ് കൊടുക്കുക. വാല്യൂ ടു ഫൈൻഡിൽ നമുക്ക് നള്ളിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, നള്ള് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് വെച്ചാണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്, ഇപ്പൊ എനിക്ക് 123 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ 123 എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നൾ വാല്യൂസ് ഫുള്ള് 123 എന്ന് പറയുന്ന ഡാറ്റ വെച്ചിട്ട് ഫിൽ ആകും. ഒരു മെത്തേഡ് അതാണ്.
ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചെയ്ത ആ ഒരു സ്റ്റെപ്പിനെ ഇവിടെ ഇൻറ്റു അടിച്ച് കളഞ്ഞപ്പോ അത് വീണ്ടും നള്ളായിട്ട് വന്നു. ഇനി ഇത് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിക്കാണ്. ഇവിടെ ട്രാൻസ്ഫോമിൽ തന്നെ ഫില്ല് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്പ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, അപ്പ് എന്നാണ് അതിന്റെ പേരെങ്കിലും നൾ വാല്യൂന്റെ താഴെയുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റ വെച്ചിട്ട് നൾ വാല്യൂ ഫില്ലാകും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതാണ് നമ്മുടെ നൾ വാല്യൂ അല്ലെ. ഈ നൾ വാല്യൂന്റെ താഴെ കിടക്കുന്ന വാല്യൂ എന്താ? 200. ഈ 200 വെച്ചിട്ട് ഈ നൾ വാല്യൂ ഫില്ലാകും. അതുപോലെ അടുത്ത് പറയുവാണെങ്കിൽ ഇവിടെ ഒരു നൾ ഉണ്ട്, അതിന്റെ താഴെ കിടക്കുന്നത് 800 ആണ്. അപ്പൊ ഈ 800 വെച്ചിട്ട് നൾ വാല്യൂ ഫില്ലാകും. അതാണ് ഇതിനകത്ത് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. എന്നാണ് പേരെങ്കിലും താഴെയുള്ള ഡാറ്റ വെച്ചിട്ട് മുകളിലെ നൾ വാല്യൂ ഫില്ലാകും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താഴെയുള്ള ഡാറ്റ വെച്ച് മുകളിലെ നൾ വാല്യൂ ഫില്ലാകും. അപ്പൊ ഞാനത് കാണിച്ചു തരാം. അപ്പ് കൊടുത്തപ്പോ നോക്കിയതാ, മുകളിലെ നൾ വാല്യൂ താഴെയുള്ള 200 വെച്ചിട്ട് ഫില്ലായി. ഇവിടെ മുകളിലെ നൾ വാല്യൂ താഴെയുള്ള 260 വെച്ച് ഫില്ലായി. മുകളിലെ നൾ വാല്യൂ താഴെയുള്ള 800 വെച്ചിട്ട് ഫില്ലായി. ആ ഒരു രീതിക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ അത്? Yeah. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡൗൺ എന്ന് പറയുന്നത്, അപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഡൗൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നൾ വാല്യൂന്റെ മുകളിലുള്ള ഡാറ്റ വെച്ചിട്ട് താഴെയുള്ള നൾ വാല്യൂ ഫില്ലാകും. ഓക്കെ, നൾ വാല്യൂന്റെ മുകളിൽ ഒരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ വെച്ചിട്ട് താഴെയുള്ള നൾ വാല്യൂ ഫില്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ നൾ വാല്യൂന്റെ മുകളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ ഫില്ല് ചെയ്യാൻ അവിടെ ആരുമില്ല, അത് അവിടെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. അപ്പൊ നമ്മൾ വീണ്ടും ഫില്ലിനകത്ത് പോയിട്ട് ഡൗണിന് പകരം ഒന്ന് അപ്പ് കൊടുത്ത് ചെയ്യാം. അപ്പ് കൊടുക്കുമ്പോൾ അത് ഫില്ലാകും. അപ്പൊ അങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്ന് റീപ്ലേസ് വാല്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം, പിന്നെ ഫില്ലിനകത്ത് വന്നിട്ട് അപ്പ് ഡൗൺ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? Yeah. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കിയേ. കഴിഞ്ഞു. ഓക്കെ, Yep. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ സിറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലെ. സിറ്റിയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ റീപ്ലേസ് വാല്യൂസിനകത്ത് നമുക്ക് ഇങ്ങനെ BLR സെർച്ച് ചെയ്യാം. BLR സെർച്ച് ചെയ്തിട്ട് റീപ്ലേസ് വിത്തിനകത്ത് അതിനെ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കാം. BLR എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓരോന്നും സെർച്ച് ചെയ്യേണ്ടി വരും. HYDനെ ഹൈദരാബാദ് ആക്കുക, അല്ല ക്യാപിറ്റൽ H ആക്കുക. ഇനിയിപ്പോ ഫുൾ നെയിം ആക്കണം എന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഈ BLRനെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ്ങിൽ വന്നിട്ട് ബംഗളൂരു ആക്കി കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ BLR ഉള്ളിടത്തൊക്കെ ആ ഒരു ബംഗളൂരു വെച്ചിട്ട് ഫില്ലാകും. നമുക്കിപ്പോ ഇൻ കേസ് ഫുൾ നെയിം ആക്കണമെങ്കിൽ ആ ഒരു മെത്തേഡ് ചെയ്യാം. പക്ഷെ ഫുൾ നെയിം ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഫസ്റ്റത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റലൈസ് ചെയ്താൽ മതിയെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതിനും എളുപ്പത്തിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇതുമേ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാൻസ്ഫോമിനകത്ത് ലോവർ കേസ് അപ്പർ കേസ് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കൊടുക്കുക. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ലെറ്റേഴ്സ് ഫുള്ള് ക്യാപിറ്റൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ റീപ്ലേസ് വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 1 by 1 ചെയ്യേണ്ടി വരും. ഫുൾ നെയിം ഒക്കെ ആക്കാനാണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാണ്ട് ആദ്യത്തെ ലെറ്റർ ഒക്കെ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യാനാണെങ്കിൽ അത്ര പണിയെടുക്കണ്ട. ജസ്റ്റ് ഇതുമ്മ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോമിൽ പോവുക, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കൊടുക്കുക. അപ്പൊ അത് ക്യാപിറ്റൽ ആയിട്ട് കിട്ടിക്കോളും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ് എപ്പോഴും കറക്റ്റ് അല്ലേ നോക്കുക. ഇതിപ്പോ ഡിപ്പാർട്ട്മെന്റ് ID ആണ്, കറക്റ്റ് 1 2 3 വന്നിട്ടുണ്ട്.
ചില ടൈമിൽ ഈ 1 2 3ക്ക് പകരം അത് ടെക്സ്റ്റ് ആയിട്ടൊക്കെ കിടപ്പുണ്ടാവും. ഇതുപോലെ ABC എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഡാറ്റയുടെ ഡാറ്റ ടൈപ്പ് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് സം ഓഫ് സാലറി കാണേണ്ട വരും. ഈ സം ഓഫ് സാലറി കാണണമെങ്കിൽ സാലറി ഒരു നമ്പർ ആയിരിക്കണം അല്ലെ? സാലറി ABC ആയിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. അതുകൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ടൈമിൽ ഡാറ്റ ടൈപ്പ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് വേണം പോവാനായിട്ട്. അതുപോലെ ഇവിടെ സിറ്റി വരുന്ന ടൈമില് വേണ്ട, ഇപ്പൊ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നെക്സ്റ്റ് ഫയലിനകത്ത് ക്ലോസ് ആൻഡ് ലോഡ് കൊടുക്കുക. ക്ലോസ് ആൻഡ് ലോഡ് കൊടുക്കുമ്പോൾ ആ ഒരു ഡാറ്റ നമ്മുടെ എക്സൽ ഫയലിലോട്ട് ലോഡായിട്ട് ഇപ്പൊ വരും. ഇത് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ആണ്. അടുത്ത ഷീറ്റ് എംപ്ലോയി ടേബിൾ വന്നു. അവിടെ ആ ഒരു ഡാറ്റ ഉണ്ട്, കണ്ടോ? ഇതിപ്പോ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഡാറ്റ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡാറ്റ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം? നമുക്ക് അത് വെച്ചിട്ട് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഡാഷ്ബോർഡ് ഉണ്ടാക്കിക്കൂടെ?